ഇന്ന് ജൂൺ 1. ഞാൻ പഴയകാല ചിന്തയിലേക്ക് പോകുവാനിടയായി. ജൂൺ 1-നാണല്ലോ സാധാരണയായി സ്കൂൾ തുറക്കുന്നത്. 2 മാസത്തെ അവധി കഴിഞ്ഞ് എല്ലാവരും പുതിയ ഡ്രസ്സെല്ലാം ധരിച്ച് സ്കൂളിൽ പോകുവാനുള്ള തിടുക്കം കാണിക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 5 പേരെയാണ് ഒരേ സമയം സ്കൂളിൽ പോകാൻ തയ്യാറാക്കേണ്ടത്. എനിക്കിപ്പോൾ 55 വയസ്സ്. ഇത് കേൾക്കുന്ന നിങ്ങൾ ഓർത്തു നോക്കണം അന്നത്തെ അമ്മയുടെ മനസ്സ് എത്രമാത്രമായിരിക്കണം എന്നുള്ളത്. അതായത് എങ്ങനെയൊക്കെ രീതിയിലൂടെയാണ് അവർ കടന്നുപോയി കാണുന്നത്. ഇന്നത്തെ പോലെ സാഹചര്യങ്ങളൊന്നും ഒക്കത്തില്ലല്ലോ. പക്ഷേ 5 പേർക്ക് പൊതികെട്ടി തരണം. അത് ഒരു ദിവസം പോലും മുടങ്ങാതെ എൻ്റെ അമ്മ ഞങ്ങൾക്ക് തന്നുവിടാറുണ്ട്. തീർച്ചയായിട്ടും അതിനകത്ത് ചോറ്, ചമ്മന്തി, എന്തെങ്കിലും ഒരു തോരൻ, അത് മിക്കപ്പോഴും ചീരത്തോരൻ അല്ലെങ്കിൽ ഓമയ്ക്ക തോരനായിരിക്കും. പക്ഷേ വല്ലപ്പോഴെങ്കിലും ഒരു ദിവസം മുട്ട അതായത് പൊരിച്ച് തന്നു വിടുമ്പോൾ അന്ന് ഉച്ചമണി അടിക്കുവാൻ വേണ്ടി നോക്കിയിരിക്കും. അത്രയ്ക്ക് തിടുക്കത്തോടെ ആവേശത്തോടെയാണ് അന്ന് ആ ചോറ് കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് നോക്കണം, ആ സ്ഥിതിയൊക്കെ മാറിപ്പോയി. പക്ഷേ നമ്മുടെ പഴയകാല ചിന്തയിലേക്ക് നമ്മുടെ ചിന്ത കൊണ്ടുപോകണം. നമ്മളെ എത്രമാത്രം ഇതോടെ അമ്മ നമ്മളെ വളർത്തി, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വളർത്തുവാൻ എത്ര പ്രയാസപ്പെട്ടു എന്നുള്ളത്. പക്ഷേ നോക്കൂ, അതൊക്കെ ഒന്ന് ഇരിക്കട്ടെ. ഇന്ന് ജൂൺ 1-ാം തീയതി ആകുമ്പോൾ സാധാരണയായിട്ട് വളരെ മഴ പെയ്യുന്ന ദിവസമാണ്. ഒരിക്കലും മഴ പെയ്യാത്ത അന്ന് രാവിലെ പടപടാ മഴയായിരിക്കും. പക്ഷേ ഞങ്ങൾ 5 പേര് സ്കൂളിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് 2 കുട മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. മൂത്ത സഹോദരങ്ങൾ 2 പേരും മിക്കവാറും വാഴയില പിടിച്ച് പോകാറുണ്ട്. ഞങ്ങൾ 3 സഹോദരിമാർക്ക് 2 കുട. ഞങ്ങൾ 3-3.5 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം ഞങ്ങൾക്ക് സ്കൂളിലെത്തുവാൻ. പക്ഷെ ഒരു ദിവസം പോലും അവധിയായിട്ട് കള്ളം പറഞ്ഞൊന്ന് വീട്ടിലിരിക്കുവാൻ മാതാപിതാക്കൾ സമ്മതിക്കുകയില്ല. ദിവസവും സ്കൂളിൽ പോകണം. അതുമാത്രമല്ല, എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ യൂണിഫോം ഇല്ലാത്ത സ്കൂളിൽ ഞങ്ങൾക്ക് 3 പേർക്ക് യൂണിഫോം ആയിരിക്കും. അന്ന് ഞങ്ങളുടെ പിതാവ് സൊസൈറ്റിയിൽ പോയി ഒരേപോലെയുള്ള തുണിയെടുത്ത് അതാണ് ഞങ്ങൾക്ക് തയ്ച്ച് തരുന്നത്. പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്താ യൂണിഫോം ആണോ എന്ന്. പക്ഷേ അതൊക്കെ ചോദിക്കുന്ന ആ ചോദ്യക്കാരുടെ മുമ്പിൽ ഞങ്ങൾക്കൊന്നും പറയുവാൻ പറ്റത്തില്ല. ഞങ്ങളുടെ പിതാവ് ഞങ്ങളെ അത്രമാത്രം പ്രയാസത്തിലൂടെ മീൻസ് അവർക്ക് അതേ അറിയുകയുള്ളൂ. ആ പര്യാപ്തിക്കനുസരിച്ചാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നത്. അതൊക്കെ ഇന്ന് ഓർത്തു പോവുകയാണ്. ഇന്നാണെങ്കിൽ പറയാൻ പറ്റും, എനിക്കത് വേണ്ട, എനിക്കിത് വേണ്ട എന്നൊക്കെ പറയാം. പക്ഷേ അന്ന് തരുന്നത് ഇട്ടുകൊണ്ട് പോകുവാൻ മാത്രമേ ഞങ്ങൾക്ക് അറിയുകയുള്ളൂ. എങ്കിലും ഒന്നിനും ഒരു കുറവും വരുത്താത്ത മാതാപിതാക്കൾ, അവർ എത്രമാത്രം അവർ കഴിച്ചില്ലെങ്കിലും നമ്മളെ കഴിപ്പിക്കുന്ന അവസ്ഥയിൽ നമുക്ക് വേണ്ടുന്നതൊക്കെ തരാൻ അവർ മനസ്സ് കാണിച്ചിരുന്നു. നോക്കൂ, മിക്ക കുട്ടികളും പുതിയ ബുക്കും പുസ്തകവും എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവർ യൂസ് ചെയ്ത പുസ്തകമാണ് കിട്ടുന്നത്. പക്ഷേ പഴയ ബുക്കുകൾ ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് പേപ്പറുകൾ കീറിയെടുത്തിട്ട് അത് കുത്തിക്കെട്ടി തന്ന് വിടാറുണ്ട്. അതൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ്. അവർ പലതിനും കുറ്റങ്ങൾ പറയും, എനിക്കത് വേണ്ട ഇത് വേണ്ട എന്നെല്ലാം അന്നേരം നമ്മൾ അത് തന്നെ മാറ്റി കൊടുക്കാറുമുണ്ട്. പക്ഷേ അന്നത്തെ നമ്മളുടെ സ്ഥിതി എങ്ങനെയായിരുന്നു? അന്നൊന്നും മാറ്റിത്തരുവാൻ വേണ്ടി ഇല്ലായിരുന്നു. എങ്കിലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ ദൈവിക നിയോഗപ്രകാരം, കർത്താവിൻ്റെ ഗിതപ്രകാരമാണ് നമ്മളെ വളർത്തിയത്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടും പോലെ ദൈവഗിതപ്രകാരം വളർത്തുവാൻ കഴിയുന്നുണ്ടോ? നമ്മൾ പഴയകാല ചിന്തയിലേക്ക് ഒന്ന് കടന്നു പോകാം. ഇന്നൊരു കുഞ്ഞിനെ സ്കൂളിൽ വിടുവാൻ മാതാപിതാക്കൾ പെടുന്ന പാട് ഓർക്കുമ്പോൾ എത്രമാത്രം കഷ്ടത മീൻസ് അവർ പ്രയാസപ്പെടാറുണ്ട്, ടെൻഷൻ എടുക്കാറുണ്ട്. അന്ന് 5 പേരെ വിടുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾപ്പെട്ട ആ ടെൻഷൻ എന്തായിരിക്കും? അവരാരോട് പറയുവാനാണ്? അവർ ദൈവസന്നിധിയിൽ നിന്ന് കരയും.
രാവിലെയും വൈകിട്ടും ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് എത്ര മാതാപിതാക്കളാണ് ഇന്ന് പ്രാർത്ഥിക്കുന്നത്? ഒന്നിനും ഒരു കുറവുമില്ല, യാതൊന്നിനും ഒരു പ്രയാസവും കൂടാതെ ദൈവം നടത്തുന്നു. പ്രിയരെ, കഴിഞ്ഞകാല ചിന്തയിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. എല്ലാവരെയും ഇതൊന്ന് ചിന്തിപ്പാൻ ഇടയായി തീരട്ടെ.